ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അത് മറ്റൊന്നുമല്ല, നമ്മുടെ രേവതിയുടെ കയ്യിൽ നിന്ന് ശ്രുതിയുടെ കാരണം നോക്കി ഒരെണ്ണം കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, വേറൊരു വമ്പൻ ട്വിസ്റ്റും കൂടി നടക്കുന്നുണ്ട്. അതായത് ശ്രുതി മീരയോട് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ വർഷ ഫോണിൽ പകർത്തുകയാണ്. ആന്റണിക്ക് 2 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടിയാണ് ചന്ദ്രമതിയെ കൊണ്ട് ആ 2 ലക്ഷം രൂപ വാങ്ങിപ്പിച്ചതെന്നൊക്കെ മീരയോട് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വർഷ ഫോണിൽ പകർത്തുന്നുണ്ട്. എന്നാൽ ചൂടാറാതെ തന്നെ ആ റെക്കോർഡ് നേരെ സച്ചിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വർഷ. ഇതിലൂടെ സച്ചിക്ക് ഒരു കാര്യം മനസ്സിലാവാണ് കേട്ടോ. അതായത് ശ്രുതി ആന്റണിയുമായിട്ട് ചേർന്ന് ആരെയോ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ഇവനെ തന്നെയായിരുന്നു, ഈ നവീൻ ദാസും ശ്രുതിയും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിയ സച്ചി നേരെ നവീൻ ദാസിനെ പിടികൂടാനാണ് പോകുന്നത്. അതിനിടയ്ക്ക് രേവതിയുടെ കയ്യിൽ നിന്ന് ശ്രുതിയുടെ കാരണം നോക്കിയിട്ട് ഒരു മുട്ടനടി വാങ്ങിച്ചെടുക്കുന്നുണ്ട്. രേവതിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ഒരു ഒറ്റ അടിയിൽ തന്നെ ശ്രുതി ബോധം കെട്ടി വീഴുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തൊട്ടിപ്പുറത്ത് തന്നെ ശ്രുതി നിൽക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിയും ശ്രുതിയുടെ കൂടെ ചേർന്ന് രേവതിയെ ഓരോന്ന് പറയുന്നുണ്ട്. ഈ അടി കിട്ടി ബോധരഹിതയായിട്ട് വീണ ശ്രുതിയെ കണ്ടിട്ട് ശ്രുതി ആകെ പേടിക്കാണ്. ശ്രുതി ശരിക്കും പാനിക്കായി പോവാണ് കേട്ടോ. ഈ രേവതി ഒരു ഉരുക്ക് മനുഷ്യൻ തന്നെ എന്ന നിലയിൽ രേവതിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് ശ്രുതി ഞെട്ടലോടെ. അപ്പൊ നമുക്ക് എന്തായാലും ഈ ട്വിസ്റ്റ് നിറഞ്ഞ കിടിലൻ എപ്പിസോഡിലോട്ട് കിടക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് രേവതിയാണ് കേട്ടോ. രേവതി അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ട് നിൽക്കാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നുണ്ട്. രേവതി, എനിക്കൊരു കപ്പ് കോഫി. ഇത് കേട്ടിട്ടും കേൾക്കാത്ത ഭാവത്തിൽ രേവതി അങ്ങനെ പാചകം ചെയ്തുകൊണ്ട് നിൽക്കാൻ കേട്ടോ. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, രേവതി നിന്നോടാ പറയുന്നത്, എനിക്കൊരു കപ്പ് കോഫി വേണം. ദേ ശ്രുതി, നിന്റെ കൈക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്റെ കൈക്ക് എന്ത് കുഴപ്പം? അപ്പൊ നിന്റെ കൈക്ക് ഒരു കുഴപ്പമില്ലാന്ന് അറിയാലോ, പിന്നെ എന്തിനാ മറ്റുള്ളവരോട് ഇങ്ങനെ ഓർഡർ ഇടുന്നത്? ഇന്നത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവനവന് വേണ്ടത് എടുത്ത് കഴിച്ചൂടെ? പിന്നെ ഞാൻ നിന്റെ സെർവൻ്റ് ഒന്നും അല്ല നിനക്ക് തോന്നുന്നത് എടുത്തു തരാൻ. ഓഹോ, അത് ശരി. അല്ല രേവതി, ഇവിടെ ആന്റി ഉണ്ടായപ്പോ എനിക്കും ശ്രുതിക്കും കോഫി എടുത്തു തരാറ് നീ തന്നെയല്ലേ? ഇപ്പൊ ആന്റി പോയപ്പോ വഴക്ക് പറയാൻ ആരുമില്ലല്ലോ. അപ്പൊ പിന്നെ നീ നിന്റെ തനി സ്വരൂപം പുറത്തെടുക്കാണല്ലേ? ഇത് കേട്ടപ്പോ രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഭാര്യയും ഭർത്താവും മാത്രം എന്നെ സെർവൻ്റായി ഇവിടെ നിർത്തിയതാണോ? അതോ നിങ്ങൾ എനിക്ക് കാശ് തരുന്നുണ്ടോ? നിങ്ങളിങ്ങനെ പറയുന്ന പോലെ ഓർഡർ ഇടുമ്പോൾ ഞാൻ ഓരോ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരാൻ. അതാണ് ഞാൻ പറഞ്ഞത്, ആന്റി പോയപ്പോൾ നിന്റെ തനി സ്വരൂപം നീ പുറത്തെടുത്തോന്ന്. അത് വിചാരിച്ചേ നീ ഇവിടെ ഭരിക്കാന്നൊന്നും വിചാരിക്കേണ്ട രേവതി. ദേ ശ്രുതി, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. എന്റെ കയ്യിൽ കത്തിയിരിക്കുന്നത്. എന്താ, എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? ഈ കത്തി കൊണ്ട് നീ എന്നെ കൊല്ലുവോ? എന്നാ പിന്നെ ഒന്ന് കാണാമല്ലോ. ആന്റി പോയപ്പോൾ നിനക്കുറച്ച് തലയെടുപ്പ് കൂടിയിട്ടുണ്ട്. സച്ചിയെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നുള്ള അഹംഭാവമാണ് നിനക്ക്. ശ്രുതി, ഞാൻ നിന്നോട് പറഞ്ഞു എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന്. നീ എന്നെ ദേഷ്യം പിടിപ്പിച്ച് അടങ്ങുമല്ലേ? എന്നാ പിന്നെ ഞാൻ കാണിച്ചു തരാം. അയ്യോ രേവതി, നീ എന്ത് ചെയ്യാൻ പോകുന്നു? നിനക്കല്ലേ അറിയേണ്ടത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അയ്യോ രേവതി, ഞാൻ വെറുതെ പറഞ്ഞതാ. നീ ആ കത്തി താഴെ ഇട്. അല്ലെങ്കിൽ നിന്നെ പോലെയുള്ളവരെ കുത്തി ജയിലിൽ പോവേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇനി എന്നോട് ഇങ്ങനെ ഓരോന്ന് വേണമെന്ന് പറഞ്ഞ് ഓർഡർ ഇണ്ട. നിനക്കും നിന്റെ ഭർത്താവിന് വേണമെന്നുണ്ടെങ്കിലേ നീ ഇവിടെ നിന്ന് എടുത്തോ. എല്ലാം ഉണ്ടാക്കി വെക്കുന്നുണ്ടല്ലോ. ഉണ്ടാക്കാൻ ഏതായാലും നിന്നെ വർഷം ഇങ്ങോട്ട് വിളിക്കുന്നില്ല. എന്നാ പിന്നെ ഉണ്ടാക്കി വെച്ചത് എടുത്ത് കഴിച്ചൂടെ? അതും കൂടി ഉണ്ടാക്കി തന്ന ആളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണോ? കഷ്ടം. രേവതി, നീ അതിനിങ്ങനെ ദേഷ്യപ്പെടേണ്ട ആവശ്യം എന്തിരിക്കുന്നു? ഇതുവരെ രേവതി അല്ലേ ചെയ്തോണ്ടിരുന്നത് ഇതൊക്കെ. ഇപ്പൊ എന്താ അതിലൊരു മാറ്റം? ഇനി മുതൽ അതിന് മാറ്റം വരണം. നിങ്ങളോടൊക്കെ നല്ലത് ചെയ്തിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾക്കൊക്കെ എത്ര ഉപകാരം ചെയ്തെന്നാലും ഞങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ നിങ്ങൾ ആരും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നില്ലല്ലോ. എൻ്റെ രേവതി, നീ ഇതെന്തൊക്കെയാ പറയുന്നത്? നിന്റെ കൂടെ ഞങ്ങൾ നിൽക്കാത്ത പിന്നെ ആര് നിൽക്കാനാ? നിന്റെ അനിയൻ ചെയ്തത് തെറ്റല്ലേ? അത് തെറ്റല്ലെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. പക്ഷെ എൻ്റെ അനിയനെ ജയിലിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവൻ എന്നും ഒരു ജയിൽ പുള്ളിയായിരിക്കും. അതുമാത്രമല്ല, അവൻ ഇനി മുന്നോട്ടുള്ള പഠിപ്പൊക്കെ തടസ്സപ്പെടും. പിന്നെ അവൻ ആശ്രയിച്ച് കഴിയുന്ന എൻ്റെ കുടുംബം, എൻ്റെ അമ്മയും അനിയത്തിയും എന്ത് ചെയ്യുന്ന എനിക്ക് പോലും അറിഞ്ഞൂടെ ശ്രുതി. ഇതൊക്കെ നിന്റെ അനിയൻ ആലോചിക്കേണ്ടതല്ലേ രേവതി? ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ ഇടയ്ക്കൊക്കെ ഞാനും ശ്രുതിയും ആൻറ്റിയോട് പറഞ്ഞിരുന്നു കേസ് പിൻവലിക്കാൻ. പക്ഷെ ആൻറ്റി ഒരേ വാശിയിലാ. ദേ ഇപ്പം പണം വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അറിഞ്ഞു. 2 ലക്ഷമല്ലേ? ഞങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാ അമ്മ അങ്ങനെ ചോദിച്ചത്. ദേ രേവതി, ആ 2 ലക്ഷം എങ്ങനെയെങ്കിലും ഒപ്പിച്ച് കൊടുക്കുന്നീ. അങ്ങനെ ഒപ്പിച്ചു കൊടുത്താൽ പിന്നെ നിന്റെ അനിയനെ പെട്ടെന്ന് പുറത്തിറക്കാലോ. ജയിലിലോട്ട് അവൻ പോവത്തുമില്ല. കേസ് ഒതുക്കി തീർക്കാന്നേ. ദേ നീ വിചാരിച്ച 2 ലക്ഷമൊക്കെ പുഷ്പം പോലെ കിട്ടും. സച്ചിക്കൊരു കാറ് വാങ്ങിക്കൊടുത്തില്ലേ? തൽക്കാലം നിങ്ങൾ ആ കാറ് വിൽക്ക്. 2 കാറില്ലേ, അതിലൊരു കാറ് വിറ്റാ പോരെ? അല്ലെങ്കിൽ പിന്നെ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയെ കാണുന്നുള്ളൂ. ഇത് കേട്ടപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ, വേറെന്ത് വഴി? രേവതി, സച്ചി വിചാരിച്ച സച്ചിയെ പൊന്നുകൊണ്ട് മൂടുന്ന ഒരാളുണ്ട്. അതാരാണെന്നറിയോ? ആരാ? അതറിയില്ലേ നിനക്ക്? അച്ചമ്മ. വേറെ ആര്? സച്ചി എന്ത് പറഞ്ഞാലും അച്ചമ്മ അത് തുറന്ന മനസ്സോട് കൂടി ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട്. പറ്റുമെങ്കിൽ അച്ചമ്മയോടൊന്ന് ചോദിച്ചു നോക്ക്, ചിലപ്പം കിട്ടിയാലോ. ശ്രുതി, അങ്ങനെ അച്ചമ്മയോട് ചോദിക്കുന്നതൊന്നും ശരിയല്ല. അച്ചമ്മയോടൊന്നും ചോദിക്കണ്ട.
വേറെന്തെങ്കിലും വഴിയുണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വേറെന്ത് വഴിയുണ്ടാവാനി? അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ചെയ്തു നോക്ക്. നിങ്ങളുടെ കാറ് വെക്കുന്ന കാര്യം ആലോചിച്ചും കണ്ടൊക്കെ ചെയ്താൽ മതി. പിന്നെ കാറ് വെക്കുന്ന കാര്യം എന്നോട് പറഞ്ഞാലേ ഞാൻ ശ്രുതിയോട് വേറൊരാളോട് പറഞ്ഞിട്ട് നിങ്ങളുടെ കാറ് വിൽക്കാനുള്ള ഏർപ്പാട് തയ്യാറാക്കി തരാം. ഇതും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടുന്ന് പോവാണ് കേട്ടോ. അങ്ങനെ ആകെ വിഷമിച്ചോണ്ട് നിൽക്കുന്ന രേവതിയെ കാണിക്കുന്നുണ്ട്. അതേസമയം തന്നെ അങ്ങോട്ടേക്ക് വർഷ വരുന്നുണ്ട് കേട്ടോ. രേവതി ചേച്ചി, എന്താ പണി? ഇന്നെന്താ സ്പെഷ്യൽ? ആഹാ, അപ്പം മുട്ടക്കറിയാണോ? രേവതി ചേച്ചി, ചേച്ചി ഇത് എവിടെയാണ്? വർഷേ, നീയോ? നീ എപ്പോൾ വന്നു? ഞാനിത് ഇപ്പം വന്നതേ ഉള്ളൂ. അപ്പം ഞാൻ വന്നതൊന്നും രേവതി ചേച്ചി കണ്ടില്ലേ? ചേച്ചിയുടെ മുന്നിലൂടെ അല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. വർഷേ, ഞാൻ വേറെ ഏതോ ആലോചനയിലായിരുന്നു. എന്താ രേവതി ചേച്ചിക്ക് പറ്റിയത്? ഞാൻ കുറച്ചു നേരം കൊണ്ട് ശ്രദ്ധിക്കാം. എന്തു പറ്റി? പറയ് രേവതി ചേച്ചി. ഒന്നുമില്ല വർഷേ, അങ്ങനെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണ്ട. എന്തോ പ്രശ്നമുണ്ട്. ഉണ്ട്. അതെന്താന്നാ ചോദിച്ചത്? എൻ്റെ അനിയനിപ്പോൾ ജയിലിലാണല്ലോ. ശരത്തിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് അമ്മ 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. എന്ത്? ആൻറ്റി 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടോ? അതെ. 2 ലക്ഷമൊക്കെ രേവതി ചേച്ചി എവിടെ നിന്ന് ഒപ്പിച്ചു കൊടുക്കാനാ? എനിക്കറിയില്ല വർഷേ. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ പൈസ എങ്ങനെയെങ്കിലും കൊടുക്കണം. രേവതി ചേച്ചി എന്ത് ചെയ്യാനാ? അത്രയും കാശൊന്നും ചേച്ചിയുടെ കയ്യിലുണ്ടാവില്ലല്ലോ. പിന്നെ എന്ത് ചെയ്യാനാ വർഷേ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ സമയത്ത് വർഷ പറയുന്നു കേട്ടോ, ചേച്ചി 2 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് എനിക്ക് നിസ്സാര സംഭവമാണ്. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും അറിയാതെ ആ പൈസ ചേച്ചിക്ക് തരാൻ പറ്റില്ല. അയ്യോ വർഷേ, നീ എനിക്ക് 2 ലക്ഷം രൂപയൊന്നും തരണ്ട. അതെന്താ ഞാൻ തന്നാൽ? അത് വേണ്ട. അത് പിന്നെ വർഷയുടെ അമ്മ അറിയും, അച്ഛൻ അറിയും. അതൊക്കെ പിന്നെ വലിയ പ്രശ്നമാവും. ഒന്നാമതേ വർഷയുടെ അച്ഛനും അമ്മയ്ക്കൊന്നും എന്നെ കണ്ണെടുത്താൽ കണ്ടൂടാ. അതിനു പുറമെ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാവില്ല വർഷേ. ശരിയാവില്ലെന്നൊന്നും പറയണ്ട. രേവതി ചേച്ചിക്ക് ഇപ്പോൾ 2 ലക്ഷം രൂപ കിട്ടിയാൽ പോരെ? ഞാൻ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ആ പണം കിട്ടും. തൽക്കാലം ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ പണം വാങ്ങിക്കോളാം. അയ്യോ, അങ്ങനെ കള്ളം പറഞ്ഞൊന്നും എനിക്ക് പണം ഒപ്പിച്ച് തരണ്ട. ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. സച്ചേട്ടനും പണം സംഘടിപ്പിക്കാൻ ഇറങ്ങിയേക്കുവാ. എന്തായാലും പണം എവിടെന്നെങ്കിലും കിട്ടാതിരിക്കില്ല. എന്നാലും ആൻറ്റിയുടെ സ്വഭാവം എന്താ ഇങ്ങനെ? എന്തൊരു കഷ്ടമാണ് നോക്കണേ. ഒന്നുമില്ലെങ്കിലും ആൻറ്റിയുടെ സ്വന്തം മരുമകളുടെ അനിയനല്ലേ. ആ ഒരു പരിഗണനയെങ്കിലും ചേച്ചിക്ക് ആൻറ്റി തരേണ്ടതല്ലേ? ആൻറ്റി സത്യം പറഞ്ഞാലേ ആർക്കും പിടികിട്ടാത്തൊരു സ്വഭാവമാണ്. അപ്പോഴാണ് വീണ്ടും ശ്രുതി അങ്ങോട്ട് വരുന്നത് കേട്ടോ. ശ്രുതിക്ക് 1 കപ്പ് കോഫിയും കൂടി വേണം. ഞാൻ എടുത്തോളാം. അങ്ങനെ രേവതി അവിടെ നിന്ന് മാറിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, എന്താ രേവതി, ആലോചിച്ചോ? നിന്റെ അനിയനെ ഇറക്കാൻ ഇനി അതേ ഒരു വഴിയുള്ളൂ. മോഷണക്കുറ്റം അവൻ ചെയ്തിരിക്കുന്നത്. അത് മോഷണക്കുറ്റം മാത്രമല്ല, ആൻറ്റിയെ പിടിച്ച് അവൻ തള്ളിയും കൂടി ചെയ്തിട്ടുണ്ട്. തള്ളൽ എവിടെയെങ്കിലും പോയി തലയിടിക്കുകയും മറ്റോ ചെയ്താലേ ആൻറ്റിയുടെ ജീവൻ പോയേനെ. അങ്ങനെയൊക്കെ എഴുതി പിടിപ്പിച്ച് കേസ് കൊടുത്താലേ നിന്റെ അനിയൻ ഒരിക്കലും പുറത്തിറങ്ങത്തില്ല. നല്ലോണം ആലോചിച്ചോ. ശ്രുതി, നീ എന്തൊക്കെയാ പറയുന്നത്? ഓനെന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കുകയാണോ? ആ സമയത്ത് വർഷ പറയുന്നുണ്ട്, ശ്രുതി ചേച്ചി, ഇതൊക്കെ കുറച്ച് ഓവറാണ് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചിയുടെ കൂടെ നിൽക്കുകയല്ലേ വേണ്ടിയത്. അതിന് പകരം ചേച്ചിയെ പേടിപ്പിക്കുകയാണോ? എൻ്റെ വർഷേ, നിയമത്തിൻ്റെ ബലമൊക്കെ നിനക്കറിഞ്ഞൂടെ? ഒന്നാമതെ ആൻറ്റിക്ക് ഇവളുടെ കുടുംബത്തോട് കട്ട പകയാ. അപ്പം പിന്നെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആൻറ്റി വെറുതെ ഇരിക്കുന്നത് തോന്നുന്നുണ്ട് വർഷേ. ഞാൻ പറഞ്ഞ വഴിയല്ലോ നോക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാശ് കിട്ടും. എത്രയും പെട്ടെന്ന് ആൻറ്റിക്ക് കൊണ്ടുപോയി കാശ് കൊടുക്ക്. ഇനി ആകെ 1.5 ദിവസം കൂടിയേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാലേ ആൻറ്റി ചിലപ്പോൾ ആ കേസിൻ്റെ കെട്ടങ്ങ് മുറുക്കും. അതുവരെ ഉണ്ടാവും എല്ലാം. മോഷണം ഒരു തൊഴിലാക്കിയവർക്ക് ഇതൊക്കെ എന്ത്? ഇതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ ശ്രുതി. ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കാണ് കേട്ടോ രേവതി ചേച്ചി. ശ്രുതി ചേച്ചി പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട. അവരങ്ങനെ തന്നെയാ. അവരൊരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ സംസാരിക്കാം. ചേച്ചി, എനിക്ക് പെട്ടെന്ന് ഓഫീസിലോട്ട് എത്തേണ്ടതുണ്ട്. ഇന്ന് കുറച്ചധികം നേരം ഡബ്ബിങ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ലേറ്റ് ആയിട്ടേ വരൂ. രേവതി ചേച്ചി എന്നെ കണ്ടില്ലെങ്കിൽ ഒന്നും വിചാരിക്കണ്ട. ശരി വർഷേ. എന്നാൽ ശരി. ഇതും പറഞ്ഞുകൊണ്ട് വർഷ അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് രേവതി പൂ കൊടുക്കാൻ വേണ്ടി 1-2 വീടുകളിൽ പോകുന്നതാണ്. ആദ്യം തന്നെ ഒരു കടയിലോട്ടാണ് കേട്ടോ പോകുന്നത്. ആ കടയിലുണ്ടായി ചേച്ചി ചോദിക്കുന്നുണ്ട്, രേവതി, നീ ഇത് എവിടെ പോയിരുന്ന് കരുതിയിരിക്കുമായിരുന്നു? ഞാൻ കുറേ നേരമായിട്ട് നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. വരുന്നത് കാണാനില്ലഞ്ഞപ്പോൾ ഞാൻ നിന്റെ ഫോണിലോട്ട് വിളിച്ചു. നീ ആണെങ്കിൽ എടുക്കുന്നുമില്ല. എന്തുപറ്റി ഇന്ന് ഇത്രയും ലേറ്റ് ആവാൻ? അത് പിന്നെ ചേച്ചി, എനിക്ക് 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി. നിന്റെ അനിയനിപ്പോൾ ജയിലിലാണല്ലേ. എന്നാലും എൻ്റെ രേവതി, ആ ശരത്ത് എന്താ ഇങ്ങനെയായി പോയത്? നിങ്ങളുടെ ഒക്കെ അനിയനാണല്ലോ അവന്. ശരിക്കും നിങ്ങൾക്കൊക്കെ അവനെ കൊണ്ട് നാണക്കേട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ചേച്ചി ഇതെങ്ങനെ അറിഞ്ഞു? ഞാൻ അറിഞ്ഞതോ? ഈ നാട് മുഴുവൻ അറിഞ്ഞു ശരത്ത് ജയിലിലാണെന്ന്. എന്ത്? നാട് മുഴുവൻ അറിഞ്ഞെന്നോ? അതെങ്ങനെ? അത് ശരി, നിന്റെ അമ്മായിയമ്മ തന്നെയാ പറഞ്ഞത്. നിന്റെ അമ്മായിയമ്മ ചന്ദ്രമതിയില്ലേ, അവര് മൊത്തത്തിൽ അത് കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുക. അവരാണെങ്കിലേ കുടുംബശ്രീക്കാരോടൊക്കെ ഇത് പറയുന്നത്. അവരുടെ ചെവിയിലെത്തിയാൽ പിന്നെ അത് എത്ര ആൾ അറിയുമെന്ന് പറയണോ?
സത്യം പറഞ്ഞാൽ രേവതിയുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. എന്നാലും രേവതിയുടെ കല്യാണം കഴിഞ്ഞതല്ലേ, ദേവുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. അവൾക്ക് ഇനി ഓരോ കല്യാണ കേസുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ആരെങ്കിലുമൊക്കെ വന്ന് അന്വേഷിച്ചാൽ തന്നെ ജയിൽ പുള്ളിയുടെ അനിയത്തിയാണെന്ന് പറയുമ്പോൾ തന്നെ ആ ബന്ധം അങ്ങ് ഇല്ലാതാവും. ഇനി വല്ല നല്ല ബന്ധവും കിട്ടും ആ ദേവുവിന്. കാണാൻ കൊല്ലാം, തൊലി വെളുപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ചേച്ചി, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൻ അതിന് ജയിലിൽ പോയിട്ടൊന്നുമില്ലല്ലോ. ആര് പറഞ്ഞ് ജയിലിൽ പോയിട്ടില്ലെന്ന്? അവൻ എന്തായാലും ലോക്കപ്പിൽ കിടക്കുന്നില്ലേ. പിന്നെയാണെങ്കിലോ ഈ നാട് നീളെ അറിയുകയും ചെയ്തു. ഇനി നിങ്ങൾ അവനെ എങ്ങനെ രക്ഷിച്ചാലും ഇതിങ്ങനെയൊക്കെ തന്നെ പോവും. അപ്പോഴാണ്ടോ അങ്ങോട്ടേക്ക് ഗജാനന്ദ വരുന്നത്. ഗജാനന്ദന്റെ കൂടെ 2 ഗുണ്ടകളുണ്ട്. ആരിത്? നമ്മുടെ ജയിൽ പുള്ളിയുടെ പെങ്ങള് രേവതിയല്ലേ ഇത്? അത് കേട്ടപ്പോ തന്നെ രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ചേച്ചി പറഞ്ഞത് ഞാൻ കേട്ടു. അനിയത്തിക്ക് ഇനി ഒരു ബന്ധം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് പുളിക്കും. അപ്പൊ രേവതി പറയുന്നുണ്ട്, അതെ, അത് ഞങ്ങളുടെ കുടുംബകാര്യാ, അത് ഞങ്ങൾ നോക്കിക്കോളും. താനേ തന്റെ പണി നോക്കിയാൽ മതി, കേട്ടോടോ. തനിക്ക് സച്ചേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും മതിയായില്ലല്ലേ? അതിന് മാത്രം ഞാൻ എന്താ പറഞ്ഞത്? ഇനി അനിയത്തിക്ക് ഒരു ബന്ധം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഗജാനന്ദനെ മറക്കരുത്. ഞാൻ എന്തായാലും ദേവുവിന് വേണ്ടി കാത്തിരിക്കും. താൻ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. വേക്കൻസി ഉണ്ടെങ്കിൽ എനിക്കൊരു ചാൻസ് തരാം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ദേവുവിനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. നിന്നെ ഞാൻ ഒരിക്കൽ മോഹിച്ചു, പക്ഷേ നിന്റെ അമ്മ എനിക്ക് നിന്നെ തന്നില്ല. അത് പോട്ടേന്ന് വെക്കാം. സച്ചി തട്ടിയെടുത്തു. എന്നാ പിന്നെ ആ ദേവുവിനെങ്കിലും എനിക്ക് തന്നൂടെ പെണ്ണെ? താൻ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഗജാനന്ദ വിട്ടേക്ക്, അവൾ അവളുടെ പണിക്ക് പൊയ്ക്കോട്ടെ. ഈ പണിയെടുത്താ ആ കൊച്ചു ജീവിക്കുന്നത്. പൊക്കോ. അവസാനം അമ്മയും മോളും കൂടി ഈ ഗജാനന്ദന്റെ കാൽക്കൽ വീഴരുത്. ആ സമയത്ത് രേവതിക്കൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് രേവതി ആണെങ്കിൽ സ്കൂട്ടർ എടുത്ത് അടുത്ത വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ 1-2 വീട്ടിലെ ഫ്ലവേഴ്സ് കൊടുക്കുന്നുണ്ട്. 3ാമത്തെ വീട്ടിലോട്ട് പോവുകയാണ്. അതൊരു വലിയ വീടാണ് കേട്ടോ. ആ വീട്ടിൽ എന്തോ കാര്യമായിട്ടുള്ള ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ആ ഫംഗ്ഷനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ ആ വീട്ടുകാർ. ആ സമയം അങ്ങോട്ടേക്ക് രേവതി കുറച്ച് പൂവായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് രേവതി അപ്പുറത്തുണ്ടായിരുന്ന ഒരു ചേട്ടനോട് പറയുന്നുണ്ട്, ചേട്ടാ പൂവ്. ഞാൻ ചേച്ചിയെ വിളിക്കാം, ഒരു മിനിറ്റ്. ചേച്ചി പൂക്കാരി വന്നിരിക്കുന്നു. ഇപ്പൊ വരാം. ഇതും പറഞ്ഞോണ്ട് ആ സ്ത്രീ പുറത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. രേവതി, ഇതെന്തു പറ്റി? രാവിലെ 8 മണിക്ക് ഫ്ലവേഴ്സ് എത്തിക്കാൻ പറഞ്ഞതല്ലേ, ഇപ്പൊ 11 മണിയായി. എന്താ രേവതി ഇത്? എത്ര സമയമായി നിന്നെ കാത്തു നിൽക്കുന്നു എന്നറിയോ? അത് പിന്നെ ക്ഷമിക്കണം ചേച്ചി, എനിക്ക് കുറച്ച് എൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ട് നേരം വൈകിപ്പോയി. എന്നാ പിന്നെ നിനക്ക് ഏറ്റെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പോരെ? വേറെ കുറെ പൂക്കാരികളില്ലേ, ഞാൻ അവരെ കൊണ്ട് കെട്ടിയുകയായിരുന്നല്ലോ. വേറൊന്നും വിചാരിക്കരുത് രേവതി. സമയത്തിന് ഫ്ലവേഴ്സ് എത്തിയിട്ടേ ഏട്ടൻ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ. ഒന്നും കരുതരുത്. കുഴപ്പമില്ല ചേച്ചി, എല്ലാ പൂക്കളും അതിലുണ്ട്. ശരി. രേവതി നിക്ക്, ഞാൻ ഇപ്പൊ വരാം, ഇവിടെ നിക്ക്. ഇതും പറഞ്ഞുകൊണ്ട് അകത്തോട്ട് പോകുന്നുണ്ട് ആ ചേച്ചി. അപ്പൊ തന്നെ അകത്തിന്ന് ഒരാൾ പുറത്തോട്ട് വരുന്നുണ്ട്. അത് മറ്റാരും ഇല്ല കേട്ടോ, വർഷയുടെ അമ്മ മഹിമയാണ്. മഹിമ പുറത്തോട്ട് വരുമ്പോൾ തന്നെ അവിടെ കാണിക്കുന്നത് രേവതിയാണ് കേട്ടോ. രേവതിയെ കണ്ടപ്പോൾ തന്നെ മഹിമക്ക് അരിശ അങ്ങ് കയറുന്നുണ്ട്. ഇവിടെ ചെന്നാൽ ഇവളാണല്ലോ, ഈ വൃത്തിയിട്ടവൾ എന്താ ഇവിടെ? എന്നാ രേവതി ആണെന്നുണ്ടെങ്കിൽ മഹിമയെ കാണുന്നില്ല കേട്ടോ. അപ്പം തന്നെ മഹിമ പുറത്തോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട്. നീ എന്താ ഇവിടെ? വർഷയുടെ അമ്മയോ? വർഷയുടെ അമ്മ തന്നെ. നീ എന്താ ഇവിടെന്ന് ചോദിച്ചേ കേട്ടില്ലേ? ഞാൻ പൂ. അപ്പോഴാണ് ആ ചേച്ചി പുറത്തോട്ട് വരുന്നത്. അവള് പൂ തരാൻ വേണ്ടി വന്നതാ മഹിമേ. ഇവളുടെ കയ്യിൽ നിന്നാണോ നിങ്ങൾ സ്ഥിരം പൂ വാങ്ങിക്കാറ്? അതെ, രേവതി നല്ല വൃത്തിയിൽ കെട്ടിത്തരും. അതുകൊണ്ടാണ് രേവതിയുടെ കയ്യിൽ നിന്ന് പൂ മേടിക്കുന്നത്. ഇന്ന് സ്പെഷ്യലായിട്ട് ഇവിടെ ഒരു ചടങ്ങ് നടക്കാൻ പോവല്ലേ, അപ്പം പിന്നെ രേവതി തന്നെ കെട്ടിക്കോട്ടെ എന്ന് ഞങ്ങൾ കരുതി. ഇവളെ അല്ലാതെ നിങ്ങൾക്ക് വേറെ ആരും ഏൽപ്പിക്കാൻ കണ്ടില്ലേ? അതെന്താ മഹിമേ നീ അങ്ങനെ പറഞ്ഞത്? രേവതി നന്നായിട്ട് പൂ കെട്ടും. രേവതി പൂ കെട്ടും പോലും. നിനക്കറിയാനിട്ട് ഇവളെക്കുറിച്ചൊന്നും. ഇവളുടെ കുടുംബചരിത്രം അറിഞ്ഞാലേ നീ ഒരിക്കലും ഇവളുടെ കയ്യിൽ നിന്ന് പൂ മേടിക്കില്ല. അതെന്താ അങ്ങനെ? നീ എന്തൊക്കെയാ മഹിമ ഈ പറയുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിയിച്ചു പറ. രേവതി നല്ല കൊച്ചാ, എനിക്ക് രേവതിയെ ആദ്യം മുതൽ അറിയുന്നതാ. എന്നാ നീ കേട്ടോ, ഇവളുടേതേ ഒരു മോഷണ കുടുംബമാ. മോഷണ കുടുംബോ? അതെ, മോഷ്ടാക്കൾ മാത്രമേ ആ വീടിനകത്തുള്ളൂ. എന്തൊക്കെയാ നീ പറയുന്നത് മഹിമേ? ഞാൻ നിന്നോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലായിരുന്നോ എൻ്റെ വീട്ടിൽ വെച്ച് താലിമാറ്റി കെട്ടൽ ചടങ്ങുണ്ടായിരുന്നു എന്ന്? എൻ്റെ മോൾ ഒരു കഷ്ടകാലത്തിനെന്ന് പറയാലോ ആ വീട്ടിൽ ഒരു പയ്യനാ കിട്ടിയത്, അതായത് ഇവളുടെ ചേട്ടൻ്റെ അനിയനെ. എനിക്ക് പറയുന്നതിൽ നാണക്കേടുണ്ട്, പക്ഷെ ശ്രീകാന്ത് ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള പയ്യനാ എൻ്റെ മോക്ക് കിട്ടിയത്. അതായത് ഇവളുടെ ഭർത്താവിൻ്റെ അനിയൻ. പക്ഷെ ഇവളുടെ ഭർത്താവ് ഒരു മുഴുകുടിയനാ. അതെനിക്കറിയാം. സച്ചി കുടിച്ചുകൊണ്ട് ഓരോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അത് വാർത്തയിലൊക്കെ വന്നിരുന്നല്ലോ. എൻ്റെ സച്ചേട്ടൻ അന്ന് കുടിച്ചിട്ടില്ലായിരുന്നു. അതാരോ മനഃപൂർവ്വം വീഡിയോ എടുത്തിട്ടതാ. എന്നിട്ട് എൻ്റെ സച്ചേട്ടനെ കുറ്റക്കാരനാക്കാൻ നോക്കിയത് അതും ഞാൻ കണ്ടിരുന്നു രേവതി. എൻ്റെ പത്മേ, ഇനി ഇവളുടെ കയ്യിൽ നിന്ന് മേലാ പൂ വാങ്ങരുത്. ഇവളുടെ അനിയനുണ്ടല്ലോ ഇപ്പോൾ ഒരു ജയിൽ പുള്ളിയാ. മോഷണത്തിന് ജയിലിൽ കിടക്കുക അവന്. നിനക്കറിയോ, അന്ന് എൻ്റെ മോളുടെ താലിമാട്ടിക്കെട്ടൽ ചടങ്ങിനെ
ഇവളുടെ ഭർത്താവിൻ്റെ ഒരു ഏട്ടനും കൂടി ഉണ്ട്, സുധി എന്നാ പേര്. അവൻ്റെ ഭാര്യ മലേഷ്യക്കാരിയാ, നല്ല പണക്കാരി. അവളുടെയും കൂടി ചടങ്ങ് നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിനൊക്കെ ഒരുങ്ങിയതാ. അന്നേ ദിവസം ഇവളെൻ്റെ മോളുടെ മാല മോഷ്ടിച്ചു. ആൻറ്റി, അതന്ന് ഞാനല്ലേ മോഷ്ടിച്ചതെന്ന് അറിയാമെന്നല്ലേ? ആര് പറഞ്ഞു? നീ തന്നെ മോഷ്ടിച്ചത്. വെറുതെ എന്നിട്ട് അതും ഇതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരുടെ മുന്നിൽ നാണം കെടുത്തി. മഹിമേ, അന്ന് നിന്റെ മോളുടെ സ്വർണം പോയി പ്രശ്നം ഉണ്ടായതൊക്കെ എല്ലാവരും പറഞ്ഞു നടന്നത് ഈ രേവതിയായിരുന്നോ? അതെ, ഇവള് തന്നെ. ഇവളാ മോഷ്ടിച്ചത്. അത് പോരാത്തതിന് ഇവളുടെ അനിയനിപ്പോൾ ഇവളുടെ അമ്മായിയമ്മ ഉണ്ടല്ലോ, ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ വഴി അരികിലൂടെ പോകുന്ന സമയത്ത് തട്ടിപ്പറിച്ചെടുത്തു. അതും പോരാത്തതിന് ഇവളുടെ അനിയനെ ഇവളുടെ അമ്മായിയമ്മയെ ഉന്തിയിടുകയും ചെയ്തു. അതായത് എൻ്റെ മോളുടെയും കൂടി അമ്മായിയമ്മയാണ് ആ സ്ത്രീ. ശോ, എന്തൊക്കെയാ രേവതി ഞാൻ ഈ കേൾക്കുന്നത്? ഇത്രയും മോശം കുടുംബമായിരുന്നു നിങ്ങളുടേത്. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൂ വാങ്ങില്ലായിരുന്നു. അയ്യോ ചേച്ചി, അത് പിന്നെ എല്ലാം എന്ത് തെറ്റിദ്ധാരണയുടെ പുറത്ത്? മഹിമേ എൻ്റെ ഒത്ത കൂട്ടുകാരിയാ, എൻ്റെ അടുത്ത കൂട്ടുകാരി. അവൾ പറയുന്നതൊന്നും വിശ്വസിക്കാതിരിക്കില്ല ഞാൻ. ദേ രേവതി, ഇനി നിൻ്റെ കയ്യിൽ നിന്ന് ഒരു തരി പൂ പോലും ഞാൻ മേടിക്കില്ല. ഇനിയേ ഞാൻ വേറെ ആരുടെയും കയ്യിൽ നിന്ന് മേടിച്ചോളാം. അതുകൊണ്ട് നീ വെറുതെ എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തരുത്. പൂ വേണോ എന്ന് ചോദിച്ചിട്ട്. പൂവാ നോക്കിയേ, ഏതായാലും ഇത് വാങ്ങിച്ചു പോയില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ദേ ഒരു 500 രൂപ ഞാൻ എക്സ്ട്രാ കൈ വെച്ചതാ നിനക്ക് തരാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ എന്തായാലും അത് തരില്ല. മോഷ്ടിച്ചും കട്ടും ജീവിക്കുന്നവർക്ക് എന്തിനാ കാശൊക്കെ? വേണ്ടത് വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവല്ലോ, എന്നിട്ട് പാവങ്ങളെ പോലെ അഭിനയിച്ച് നടക്കുക. ചേച്ചി, മഹിമേ നീ ഇവിടെ നിൽക്കണ്ട, അകത്തോട്ട് വാ. ഇതും പറഞ്ഞുകൊണ്ട് മഹിമയും പിടിച്ച് പോകുന്നുണ്ട് കേട്ടോ. ആകെ വിഷമമാവാണ് കേട്ടോ രേവതിക്ക്. അപ്പം മഹിമ പറയുന്നുണ്ട്, ദേ ഇങ്ങനെ നാണം കെടണ്ടെന്നുണ്ടെങ്കിലേ വീട്ടിലോട്ട് പൊയ്ക്കോ. വെറുതെ ഓരോരുത്തർ നാണം കെടുത്താനായിട്ട് നടക്കും അവളും അവളുടെ ഒരു വീട്ടുകാരും. ഇതും പറഞ്ഞുകൊണ്ട് മഹിമ അകത്തോട്ട് കയറി പോവാണ് കേട്ടോ. അങ്ങനെ രേവതി ആകെ വിഷമിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. വീട്ടിലെത്തിയിട്ടാണെങ്കിലോ ഒരു അനക്കവും ഇല്ലാതെ ഏതോ ബോധത്തിലാണ് കേട്ടോ രേവതി അകത്തോട്ട് കയറി ചെല്ലുന്നത്. ആ സമയത്ത് അച്ഛൻ വിളിക്കുന്നുണ്ട്, രേവതി, മോളെ രേവതി. ഇതൊന്നും കേൾക്കാതെ ആകെ ഒരേ നിൽപ്പ് തന്നെ നടന്നുകൊണ്ട് പോവാണ് കേട്ടോ രേവതി. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വർഷ വരുന്നത്. രേവതി ചേച്ചി. എന്താ വർഷേ? ചേച്ചി പത്മാൻറ്റിയുടെ വീട്ടിൽ ചെന്നതും അവിടെ വെച്ച് അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അമ്മ എന്നെ വിളിച്ചിരുന്നു. അമ്മ മോശമായി സംസാരിച്ചു അല്ലേ? കിട്ടേണ്ട വർക്കും അമ്മ ഇല്ലാതാക്കിയല്ലേ? അതൊന്നും കുഴപ്പമില്ല വർഷേ, എൻ്റെ അനിയൻ തെറ്റ് ചെയ്തിട്ടില്ലേ? ഇതൊക്കെ ഞാൻ കേൾക്കേണ്ടി വന്നത്. എന്നാലും രേവതി ചേച്ചി, എൻ്റെ അമ്മ എങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ അമ്മയോട് എനിക്ക് എത്രോളം ദേഷ്യമുണ്ടെന്നറിയോ? അതൊന്നും അവിടെ പോയി തീർക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. എന്തായാലും ശ്രീകാന്ത് വരട്ടെ, ഇതിലൊരു തീരുമാനം എടുക്കണം. അമ്മയ്ക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. അമ്മ എന്ത് സന്തോഷത്തോടെയാണ് എന്നോട് ഇത് പറഞ്ഞതെന്നറിയോ? പക്ഷേ അമ്മ എന്ത് ഇങ്ങനെയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ അമ്മ ചെയ്തു കൂട്ടുന്നതിന് രേവതി ചേച്ചിയോട് ഞാൻ ക്ഷമ ചോദിക്കുക. അയ്യോ വർഷി, അതൊന്നും വേണ്ട. അമ്മ ഞങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും അറിയായിട്ട് തെറ്റിദ്ധരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് പോട്ടെ. ഇതും പറഞ്ഞുകൊണ്ട് രേവതി അവിടുന്ന് നടന്നു പോവാൻ കേട്ടോ. ആ സമയത്താണ് വർഷ മുകളിലോട്ട് കയറുന്നത്. മുകളിലോട്ട് കയറി വർഷയുടെ മുറി പോകാൻ നിൽക്കുന്ന സമയത്താണ് കേട്ടോ ശ്രുതിക്കൊരു കോൾ വന്നിട്ട് ശ്രുതി വെപ്രാളപ്പെടുന്നത് കാണുന്നത്. ഇത് കണ്ട വർഷ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഇവരെന്താ ഇങ്ങനെ കളിക്കുന്നത്? മൊത്തത്തിലൊരു വെപ്രാളം പോലെ എന്തോ ഉണ്ടല്ലോ. ഇത് മനസ്സിലാക്കിയ വർഷയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ പിന്നാലെ തന്നെ പോകുന്നു കേട്ടോ. ശ്രുതിക്കാണെങ്കിൽ ഒരു കോള് വരുന്നുണ്ട്. ശ്രുതി ഒരറ്റത്ത് പോയിട്ട് ഇരുന്ന് പതിയെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടപ്പോൾ തന്നെ വർഷയ്ക്ക് എന്തോ പന്തികേടെന്ന് മനസ്സിലായിട്ട് വർഷ അത് കേൾക്കാൻ നിൽക്കുകയാണേ. ഹലോ മീരെ. ശ്രുതി, നിന്നെ എത്ര നേരം കൊണ്ട് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുക, നീ എന്താ ഫോൺ എടുക്കാത്തത്? അയ്യോ, എനിക്കങ്ങനെ പെട്ടെന്നൊന്നും ഫോൺ എടുക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പം എല്ലാവരും ഉണ്ട്. നിന്നോട് സംസാരിക്കുന്ന എങ്ങാനും ആരെങ്കിലും കേട്ടുകൊണ്ട് വന്നാലേ അത് പ്രശ്നമാവും. ശരി, അല്ല ഇപ്പം എന്തായി കാര്യങ്ങളൊക്കെ? എങ്ങനെയെങ്കിലും 2 ലക്ഷം രൂപ കിട്ടണ്ടേ? അതിനു വേണ്ടി ഞാൻ ആൻറ്റിയെ ഫോഴ്സ് ചെയ്തിട്ടുണ്ട്. ആൻറ്റിക്ക് എങ്ങനെയായാലും 2 ലക്ഷം രൂപ കിട്ടും. ശരത്തിനെ പുറത്തിറക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് ആൻറ്റിയെ കൊണ്ട് ഞാൻ 2 ലക്ഷം രൂപ ചോദിപ്പിച്ചിട്ടുണ്ട്. അത് കിട്ടിയാൽ പിന്നെ നമുക്കത് ആൻ്റണിക്ക് കൊണ്ടു കൊടുക്കാം. ഇത് കേട്ടപ്പോൾ തന്നെ വർഷയാണെന്നുണ്ടെങ്കിൽ ഫോണിലെ റെക്കോർഡ് ഓണാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതെല്ലാം അതിൽ പതിക്കുന്നുണ്ട്. ശരിക്കും 2 ലക്ഷം ചോദിച്ചാൽ പോരായിരുന്നോ? ഇപ്പം തൽക്കാലം 2 ലക്ഷം മതി. അതേ ഇപ്പോൾ രേവതിയെ കൊണ്ടൊക്കെ ഒപ്പിക്കാൻ പറ്റൂ. എന്തായാലും നമ്മുടെ ആവശ്യം നടക്കുമല്ലോ. അല്ല, നിൻ്റെ ആൻറ്റി ആ കാശ് തരുമായിരിക്കുമല്ലേ? അതെന്തായാലും തരാതിരിക്കില്ല. എൻ്റെ എല്ലാ ഐഡിയ. സുധിക്കാണ് പണം ചോദിച്ച് വാങ്ങുന്നത്. സുധി എന്തായാലും ആ പണം എനിക്ക് തരും. 2 ലക്ഷം കൊടുത്താൽ ആ നവീൻദാസിനെ കൊണ്ടുള്ള തലവേദന അങ്ങ് ഒഴിഞ്ഞു കിട്ടുമല്ലോ. ആൻ്റണി നവീൻദാസിനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളൂ. ശരി, എന്നാൽ പിന്നെ നിനക്ക് ഒഴിവ് കിട്ടുമ്പോൾ വിളിക്ക്. ഇതും പറഞ്ഞുകൊണ്ട് ശ്രുതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാം തന്നെ വർഷയാണെന്നുണ്ടെങ്കിൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓഹോ, അത് ശരി. അപ്പം രേവതി ചേച്ചിയെ കൊണ്ട് ഇല്ലാത്ത കാശ് കൊടുപ്പിക്കുന്നത് ഇവരാണല്ലേ? ഏതാ ഈ നവീൻദാസ്? ആൻ്റണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരത്തിനെ കുടിക്കുക ആളല്ലേ?
ആ ഇതെന്തായാലും സച്ചേട്ടൻ അറിയണം. സച്ചേട്ടൻ എന്തായാലും ഇത് കേൾപ്പിച്ചു കൊടുക്കണം. ഇതും പറഞ്ഞുകൊണ്ട് ആ വീഡിയോ ആയിട്ട് സച്ചേട്ടനെ കാണിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ വർഷ. രേവതിയും സച്ചിയാണെന്നുണ്ടെങ്കിൽ പൈസയുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രേവതി, കുറച്ചുകൂടി കാശ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായാലും ശരത്തിനെ പുറത്തിറക്കാൻ വേണ്ടി പറ്റും. കാറ് വിൽക്കാന്നല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റു വഴിയൊന്നുമില്ല രേവതി. തൽക്കാലം നമുക്ക് 2 കാറുണ്ടല്ലോ, അതിലൊരു കാറ് വിൽക്കാം. അല്ലാതെ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സച്ചേട്ടാ, ഇത്ര ആഗ്രഹിച്ച് മോഹിച്ച് വാങ്ങിയ കാറാ അത് വിൽക്കാന്നൊക്കെ പറഞ്ഞ പിന്നെ എന്ത് ചെയ്യാനാ? നിന്റെ അനിയൻ ജയിലിൽ കിടന്നോട്ടെ എന്നാണോ? അങ്ങനെയല്ല. എന്നാലും ഒരെന്നാലുമില്ല, അങ്ങനെ നമുക്ക് കാശ് ഒപ്പിച്ച് കൊടുക്കാം. സച്ചേട്ടാ. ആ വർഷേ, നീ ഇതെവിടുന്നാ? അയ്യോ സച്ചേട്ടാ, നീ എന്താ ഇങ്ങനെ കിതക്കുന്നത്? അതൊക്കെ ഞാൻ പറയാം സച്ചേട്ടാ. സച്ചേട്ടേ, ഈ ഫോണിലുള്ള റെക്കോർഡ് കേൾക്ക്. എവിടെ നോക്കട്ടെ. ഇത് പറഞ്ഞ് റെക്കോർഡ് മുഴുവൻ കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ റെക്കോർഡൊക്കെ കേട്ടതിന് ശേഷം സച്ചി പറയുന്നുണ്ട്, ഓഹോ, അപ്പം ആ പാർലർ കേടി തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ അല്ലേ? അതെ സച്ചേട്ടാ, അവരെന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടി ഉണ്ടാക്കിയത് തന്നെ ഇതൊക്കെ. ആ ശ്രുതി ചേച്ചി കാരണമാണ് ആൻറ്റി 2 ലക്ഷം രൂപ ചോദിച്ചത്. അല്ലായിരുന്നെങ്കിൽ ആൻറ്റി അങ്ങനെ ചോദിക്കത്തൊന്നും ഇല്ലായിരുന്നു. ഒരുപക്ഷെ അവർ കാരണം തന്നെയായിരിക്കും ശരത്തിനെ പുറത്തിറക്കാൻ വേണ്ടി ആൻറ്റി സമ്മതം മൂളാത്തത്. അപ്പോൾ ആ കേടി കളിക്കുന്ന കളികളാണിതൊക്കെ. അവളും അവളുടെ ഭർത്താവും കൂടി എല്ലാം കൂടി കുട്ടിച്ചോറാക്കുമല്ലോ. ഒന്നുമില്ലെങ്കിലും രേവതി, നമ്മൾ അവരെ എത്രയൊക്കെ സഹായിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്താ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്? സുധിയേട്ടനെ പഠിച്ച കള്ളനാ. ശ്രുതി ചേച്ചിയും അതുപോലെ തന്നെ. അവർക്ക് എന്തുപകാരം ചെയ്തു കൊടുത്തിട്ടും കാര്യമില്ല. തിരിച്ചവർ നമുക്കൊരു ഉപകാരം ചെയ്യില്ല. രേവതി, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് മിണ്ടാനാ? അവളെന്നോട് രാവിലെ അടുക്കളയിൽ വന്നിട്ട് 2 ലക്ഷം രൂപ ഒപ്പിക്കാനുള്ള വഴിയൊക്കെ പറഞ്ഞു തന്നിരുന്നു. ഒന്നെങ്കിൽ കാറ് വിൽക്കുക, അല്ലെങ്കിൽ സച്ചേട്ടനെ കൊണ്ട് അച്ഛമ്മയോട് ചോദിപ്പിക്കാൻ. ഓഹോ, അപ്പം അവളാണോ ഈ വഴിയൊക്കെ പറഞ്ഞു തന്നത്? അതെ. അപ്പം അവൾക്ക് കിട്ടേണ്ട പണമല്ലേ, അതുകൊണ്ട് അവൾ ഈ പണിയൊക്കെ പറഞ്ഞു തരും. അല്ല സച്ചേട്ടാ, ഞാൻ അതിലൊരു കാര്യം നോക്കി. ഈ നവീൻ ദാസ് ആരാ? നവീൻ ദാസ് അത് അവളെ പിന്തുടരുന്ന ആരോ ആണ്. അതെന്തായാലും ഞാൻ വൈകാതെ കണ്ടെത്തും. അവളും അവനും തമ്മിൽ എന്താ ബന്ധമെന്ന് അറിയണം ആദ്യം. എന്തായാലും ശ്രുതി അറിയാത്ത എന്തോ ആത്മബന്ധം അവർക്കിടയിലുണ്ട്. ആദ്യം സച്ചി കണ്ടെത്തിയിരിക്കും. അതിന് ആൻ്റണി ആദ്യം എവിടെയുണ്ടെന്ന് അറിയണം. ആൻ്റണിയുടെ കൈപ്പിടിയിൽ തന്നെ ഈ നവീൻ ദാസ് ഉണ്ട്. ഇതിലൂടെ ആ കാര്യം ഉറപ്പാ. എന്തായാലും ഞാനത് ഇന്ന് തന്നെ കണ്ടെത്തും. ഇതും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോവാണ് കേട്ടോ. അങ്ങനെ രേവതി ആണെന്നുണ്ടെങ്കിൽ നേരെ അടുക്കളയിലോട്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നത്. രേവതി, എന്തായി? കാശ് കിട്ടിയോ? രേവതി, നീ എന്താ ചോദിച്ചിട്ടൊന്നും പറയാത്തത്? കാശ് കിട്ടിയാലേ നിൻ്റെ അനിയനെ പുറത്തിറങ്ങാൻ പറ്റൂ. അതാലോചിച്ചോ? അങ്ങനെ കാശ് കൊടുത്ത് എനിക്ക് എൻ്റെ അനിയനെ ഇറക്കണമെന്നില്ല. അങ്ങനെയാണെങ്കിലോ? എന്നാൽ പിന്നെ എനിക്കെന്താ കുഴപ്പം? നിൻ്റെ അനിയൻ പുറത്തിറങ്ങില്ലെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല. മോഷണം എന്ന് പറയുന്നതേ വലിയ കുറ്റം തന്നെയാണ്. അവൻ ജയിലിൽ കിടക്കേണ്ടതാ. എന്നിട്ടും ആൻറ്റി 2 ലക്ഷം രൂപയിൽ ഒതുക്കാൻ പറഞ്ഞിട്ടും നിങ്ങൾക്കത് വേണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കെന്താ? എന്നാലും പുറമെ ആരെങ്കിലും അത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് മോശം തന്നെയാണ് രേവതി. അങ്ങനെ മോശമാണെങ്കിൽ അതെനിക്കും എൻ്റെ കുടുംബത്തിനല്ലേ, അത് ഞങ്ങൾ സഹിച്ചു. ഓഹോ, അങ്ങനെയാണല്ലേ? എന്നാൽ പിന്നെ കുഴപ്പമില്ല. നിങ്ങൾക്കത് കുഴപ്പമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ കുഴപ്പം? എന്തൊക്കെ ആയാലും അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയാലും ഇല്ലെങ്കിലും നിങ്ങളുടെ കുടുംബം മോഷണ കുടുംബം തന്നെയായി. നായികയ്ക്ക് 40 വട്ടം ശ്രുതിയെ കുറ്റപ്പെടുത്താറില്ലേ നിങ്ങൾ? ശ്രുതി മോഷ്ടിച്ചെന്നും പറഞ്ഞിട്ട് ശ്രുതിയുടെ അച്ഛൻ്റെ പണം എടുത്തെന്നെങ്കിൽ കരുതാം. പക്ഷെ നിൻ്റെ അനിയൻ എന്താ ചെയ്തത്? ആൻറ്റിയുടെ പണം ഒരു നാണുമില്ലാതെ മോഷ്ടിച്ചിരിക്കുന്നു. ഛേ, അത് മാത്രമല്ല, നീയും ചെറിയ മോഷണമൊക്കെ നടത്തുന്നുണ്ടല്ലോ. എന്ത്? ഞാൻ മോഷണം നടത്തിയെന്നു? അതെ, നീ താലിമാറ്റിക്കെട്ടൽ ചടങ്ങിന് അവിടെ ഒരു ചെറിയ മോഷണം നടത്തിയില്ലേ? വർഷയുടെ മാല മോഷ്ടിക്കാൻ നോക്കിയില്ലേ? ദേ ശ്രുതി, ഞാനത് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ആരെങ്കിലും വിശ്വസിക്കുമോ? അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് തറപ്പിച്ച് പറയാനൊന്നും പറ്റത്തില്ല. ദേ ശ്രുതി, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. ചെയ്യാത്ത കാര്യം എൻ്റെ ചുമലിൽ ഇടാൻ നോക്കുകയും വേണ്ട. അത് വർഷയുടെ അമ്മ ചെയ്ത പണിയാ. വർഷയുടെ അമ്മയെ കുറ്റം പറയുന്നു വേണ്ട. വർഷയുടെ അമ്മയും അച്ഛനും അത്രയും നല്ലൊരു ഫംഗ്ഷൻ വെച്ചു. അത് അലമ്പാൻ വേണ്ടി അവരൊരിക്കലും നോക്കില്ല. നേരത്തെ തന്നെ പറഞ്ഞതാ നിന്നെയും സച്ചി ആ ഫംഗ്ഷൻ ക്ഷണിക്കേണ്ടത്. എന്നിട്ട് അങ്കിളുടെ ഒരേ ഒരു നിർബന്ധമായിരുന്നു നിങ്ങളെ കൂട്ടെന്ന്. അതുകൊണ്ട് എന്തായി? ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ? ശ്രുതി, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ഈ കാര്യം ഞാൻ ചെയ്തില്ലെന്ന് ഇപ്പോഴും ഞാൻ തർപ്പിച്ച് പറയും. കാരണം ഞാൻ മോഷ്ടിക്കുന്ന ഒരു വ്യക്തിയല്ല. എന്നാലും എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ആ സമയത്താണ് ശ്രുതി അങ്ങോട്ട് വരുന്നത്. ഹോ, ശ്രുതി നന്നായിട്ട് വിശക്കുന്നു. രേവതി, ഇന്നെന്താ ഉണ്ടാക്കിയത്? ശ്രുതി ഒന്നും മിണ്ടാതിരുന്നേ. രേവതി എന്താ പറയാൻ വന്നത്? ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നുമല്ല. നിൻ്റെ ഈ ഭർത്താവുണ്ടല്ലോ, ഇങ്ങേരൻ്റെ മാല മോഷ്ടിച്ചതും അത് പണയം വെക്കാതെ വിറ്റതൊന്നും മോഷണം അല്ലേ? അപ്പോൾ ഇങ്ങേര് ചെയ്തതൊക്കെ നീ വലിയ കാര്യമായിട്ടാണ് കൂട്ടുന്നത്. അതും മോഷണമാണ്. ഞാനും സച്ചേട്ടനും കൂടി കേസ് കൊടുത്തു കഴിഞ്ഞാലേ നിങ്ങൾ അകത്ത് കിടക്കും. അത് വേണോ? കുടുംബമല്ലേ, വീട്ടിലകത്തൊരു പ്രശ്നം വേണ്ട.
കുടുംബത്തിലുള്ള ആരെങ്കിലും ജയിലിൽ പോയി കഴിഞ്ഞാൽ അതൊക്കെ വലിയ വിഷയമാകും. എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നാഗ്രഹിച്ചോണ്ടാ ഞാനും സച്ചേട്ടനും അതൊരു കേസാക്കാഞ്ഞത്. അതുകൊണ്ട് എന്തായി, ഞങ്ങൾക്കൊരു പ്രശ്നം വന്നപ്പോൾ നിങ്ങളൊക്കെ ഞങ്ങൾ ചതിച്ചില്ലേ? രേവതി, സുധിക്കൊരു തെറ്റ് പറ്റിയതാ. അതൊരിക്കലും മോഷണത്തിൽ പെടുത്തണ്ട. സുധിയുടെ അമ്മ തന്നെയാ കാശ് എടുത്തു കൊടുത്തത്, അല്ലാതെ സുധി ലോക്കപ്പ് തറന്ന് മോഷ്ടിച്ചൊന്നും ചെയ്തില്ലല്ലോ. നീ എന്താ സുധിയെ മോഷണക്കാരനാക്കുവാണോ? എന്തായാലും ഇങ്ങേർക്ക് അമ്മ എടുത്തു കൊടുത്താലും ഇങ്ങേരത് എടുക്കാൻ പാടുണ്ടോ? അത് മറ്റുള്ളവരുടെ സ്വത്തല്ലേ. അതിൽ കൈവശം വെച്ചതും പോരാ, അത് പണയം വെക്കാതെ കൊണ്ടുപോയി വിറ്റിരിക്കുന്നു. ദേ രേവതി, സൂക്ഷിച്ച് സംസാരിക്കേ. സുധി അങ്ങനെ മോഷ്ടിക്കുന്ന ആളൊന്നുമല്ല. സുധിക്കൊരു സന്ദർഭം അത്യാവശ്യം വന്നപ്പോൾ സുധി ചെയ്തു പോയി. അത് നിങ്ങൾക്ക് തിരികെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? എന്തായാലും രേവതിയുടെ വീട്ടുകാരെ പോലെ എല്ലാവരും മോഷ്ടിക്കുന്നവരല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്ക ശ്രുതി. ഞാൻ മോഷ്ടിച്ചതിനാ അവൾ വലിയ കാര്യമാക്കി പറയുന്നത്. അവളുടെ വീട്ടുകാർ മൊത്തത്തിലൊരു മോഷണക്കാരാ, എല്ലാവരും മോഷ്ടിക്കുന്നവർ. എന്തിനു പറയണ ശ്രുതി, ഇവളല്ലേ താലി മാട്ടിക്കെട്ടൽ ചടങ്ങിന് വർഷയുടെ മാല മോഷ്ടിച്ചത്. അത് ഞാൻ പറഞ്ഞ് നാം എടുത്തതേ ഉള്ളൂ ശ്രുതി. അപ്പം ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, വെറുതെ അല്ലേ ഇവളുടെ അച്ഛൻ ഇതൊക്കെ കാണണ്ടെന്ന് കരുതി നേരത്തെ കാലത്ത് പോയത്. അത് ശരിയാ, രേവതിയുടെ അച്ഛനെ മക്കൾക്ക് മോഷണം പഠിപ്പിച്ചു കൊടുത്തിട്ടാ മുകളിലോട്ട് പോയതെന്ന് തോന്നുന്നു. ഇത് കേട്ടപ്പോൾ രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. രേവതി ശ്രുതിക്ക് കൊടുക്കേണ്ട അടി ശ്രുതിയുടെ കാരണം നോക്കി ഒരെണ്ണം വെച്ചു കൊടുക്കുകയാണ്. അയ്യോ എടി രേവതി, നീ എന്നെ തല്ലിയല്ലേ? തല്ലും. ഇനിയും ഈ രേവതിയുടെ കൈക്ക് കരുത്തുണ്ടെങ്കിൽ ഇനിയും തല്ലും. ഇതുപോലുള്ള സംസാരങ്ങൾ നിന്റെ വായിന്ന് ഇനി വന്നു കഴിഞ്ഞാൽ തല്ലല്ല, നിന്നെ കൊല്ലും ഞാൻ. എടി രേവതി, നീ എന്നെ തല്ലിയല്ലേടി? ഇതും പറഞ്ഞോണ്ട് രേവതിയുടെ കരണത്ത് തല്ലാൻ പോകുന്ന സമയത്താണ് കേട്ടോ രേവതി ആ കൈ അങ്ങ് പിടിച്ചു വെക്കുന്നത്. അപ്പം ശ്രുതി പറയുന്നുണ്ട്, ഡി നീ എൻ്റെ ശ്രുതിയെ തല്ലുവല്ലേ? തല്ലുവടോ, നാണമില്ലാത്തവനെ. ഇവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുക. ഇവൾ എന്ത് പറയുന്നോ അതൊക്കെ കണ്ണടച്ച് വിശ്വസിച്ചിട്ട്. ഡി നിനക്ക് 2 ലക്ഷം രൂപ വേണമല്ലേ? അതുകൊണ്ടാണ് നീ ആൻറ്റിയോട് പറഞ്ഞ് 2 ലക്ഷം രൂപ ചോദിപ്പിച്ചത്. രേവതി, അത് നീ ചോദിപ്പിച്ചതാണെന്ന് ഞാൻ അറിഞ്ഞു. അയ്യോ ശ്രുതി, ആൻറ്റി പറഞ്ഞു അത്. അമ്മ പറയാൻ വഴിയില്ലല്ലോ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കണ്ട. 2 ലക്ഷം രൂപയ്ക്ക് നീ വെറുതെ അല്ല ഓരോ ഉപായങ്ങളും വഴികളും പറഞ്ഞു തന്നത്. കൊള്ളാം ശ്രുതി, 2 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടി നീ ഇങ്ങനെ ഒരു തരംതാണ കളി കളിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിന്നെ തല്ലിയാ പോരാ, കൊല്ലണം. ഇതും പറഞ്ഞുകൊണ്ട് രേവതി കഴുത്ത് പിടിച്ച് നിൽക്കാൻ പോവാട്ടോ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആർത്ത് വിളിക്കുന്നുണ്ട്, അയ്യോ എൻ്റെ ശ്രുതി ഓടി വരണേ. എടാ സച്ചി, അച്ഛാ രേവതിക്ക് ഭ്രാന്തായെന്നാ തോന്നുന്നത്, എൻ്റെ ശ്രുതിയെ കൊല്ലാൻ നോക്കുന്നേ. എടാ സച്ചി. ആ സമയത്താണ് സച്ചി ഓടി വരുന്നത്. എന്താ കുഴപ്പം? എടാ നിന്റെ പെണ്ണും പിള്ളേനെ പിടിച്ച് മാറ്റടാ, ഇവക്ക് വട്ടായി. രേവതി, അവളെ വിട്, അവൾ ചത്തുപോവും. ഇവളെ വിടരുത് സച്ചേട്ടാ, ഇവളുടെ ജീവിതം മുഴുവൻ നിഗൂഢതയാണ്. ഇവളെല്ലാവരെയും പറ്റിച്ച് ജീവിക്കുകയാണ്. ഇവളെ കൊല്ലാൻ സമയമായിട്ടില്ല. സമയം വരുമ്പോൾ നമുക്ക് ഈ കെടിയെ കൊല്ലാം. രേവതി നീ വിട്, ഇനി അവളെ കഴുത്ത് നെക്കി പിടിച്ച് അവൾ ചത്തുപോവും. ഇത് പറഞ്ഞപ്പോൾ തന്നെ കൈ വിടുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ ശ്രുതി, അയ്യോ ശ്രുതി, എടി നീ എൻ്റെ ശ്രുതിയുടെ കഴുത്തിന് കയറി പിടിച്ചല്ലേ, കാണിച്ച് തരാം ഞാൻ നിന്നെ. അമ്മയില്ലാഞ്ഞപ്പോഴേ അവൾക്കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്. ശ്രുതി നീ വന്നേ, വാ ശ്രുതി. ഇത് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ കൂട്ടി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് സച്ചിയാണ്. രേവതി, നിനക്കെന്തു പറ്റി? നീ എന്തിനാ ശ്രുതിയുടെ കഴുത്ത് പിടിച്ച് നിൽക്കിയത്? അവൾക്ക് ഞാൻ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലേ. പറ്റട്ടെ, അവൾ എൻ്റെ അച്ഛനെക്കുറിച്ച് എന്താ പറഞ്ഞെന്നറിയോ? അവളും അവനും കൂടി ചേർന്ന് എന്താ പറഞ്ഞത്? എന്താ രേവതി? എൻ്റെ അച്ഛനാണ് ഞങ്ങളെ മോഷ്ടിക്കാൻ പഠിച്ചതെന്ന്, ഇതൊന്നും കാണേണ്ടെന്ന് കരുതിയിട്ടാ എൻ്റെ അച്ഛൻ വണ്ടി അടിച്ച് മരിച്ചതെന്ന്. ഇതൊക്കെ കേട്ട ഏത് മക്കൾക്കാ ഇങ്ങനെ നിൽക്കാൻ പറ്റുക? പറയ് സച്ചേട്ടാ. ഓഹോ, അപ്പം അവളെ എരന്ന് മേടിച്ചത് തന്നെയാണ്. അപ്പം അവൾക്ക് കിട്ടേണ്ടത് നിർബന്ധമാണ്. രേവതി പോട്ടെ രേവതി, എന്തായാലും ആ നവീൻ ദാസ് ആരാണെന്ന് അന്വേഷിക്കണം. അതിന് വേണ്ടിയിട്ട് അവൻ്റെ അടുത്തോട്ട് പോകണം. ആൻ്റണീൻ്റെ അടുത്തുനിന്ന് ഇതെന്താ എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. ആൻ്റണീൻ്റെ അടുത്ത് പോയിട്ട് വരട്ടെ ഞാൻ. രേവതി നീ വിഷമിക്കാതിരിക്കേ, ഞാനേ ആൻ്റണീൻ്റെ അടുത്തോട്ട് പോവട്ടെ, അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ അറിയണം. ഇതും പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയെ ആശ്വസിപ്പിച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി നേരെ ആൻ്റണിയുടെ അടുത്തോട്ടാണ് പോകുന്നത്. ആൻ്റണിയുടെ കോട്ടയിലോട്ടാണ് കേട്ടോ ചെന്ന് പെടുന്നത്. അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ഗുണ്ട ഉണ്ട് കേട്ടോ. ഈ ഗുണ്ട ആൻ്റണിയെ കണ്ട പടത്തിന് ഓടിച്ചെന്ന് ആൻ്റണിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. ആൻ്റണിയേട്ടാ, എന്താടാ? അതെ സച്ചി വരുന്നുണ്ട്. ആ നവീൻ ദാസിനെ ഇവിടുന്ന് മാറ്റണ്ടേ? നവീൻ ദാസ് ആണെങ്കിൽ ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നെ എങ്ങോട്ട് മാറ്റാൻ? അതെ സച്ചി വരുന്നുണ്ട്. സച്ചി നിന്നെ കൈ കിട്ടിയാലേ തുണ്ടാക്കും, എവിടേക്കെങ്കിലും മാറി നിൽക്ക്. ഇതും പറഞ്ഞുകൊണ്ട് നവീൻ ദാസിനെ മാറ്റി നിർത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി ആണെങ്കിൽ മാസ് എൻട്രി ആയിട്ട് അകത്തോട്ട് കയറി വരുന്നത് കാണിക്കുന്നുണ്ട്. ആൻ്റണി ആണെന്നുണ്ടെങ്കിൽ പുറത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. സച്ചി വരണം. എന്താണാവോ ഇനി ഇങ്ങോട്ട്? എന്നെ വീണ്ടും തല്ലിച്ചതയ്ക്കാനാണോ? അതേടാ,
നിന്നെ ശരിക്കൊന്ന് പെരുമാറാൻ തന്നെ ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അതോട് കൂടിയിട്ട് ഈ ഒരു കിടലൻ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് ഞാൻ അടുത്ത എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്യാം. അടുത്ത എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്താൽ അടുത്ത വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.